സംവരണം ആവശ്യപ്പെട്ട് മറാഠ വിഭാഗം നടത്തിവന്ന പ്രക്ഷോഭം പിൻവലിച്ചു. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാൽ സമരം അവസാനിപ്പിക്കുന്നതായി പ്രക്ഷോഭ നേതാവ് മനോജ് ജാരംഗെ പാട്ടീൽ അറിയിച്ചു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സാന്നിധ്യത്തിൽ ഉപവാസം അവസാനിപ്പിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ അല്പസമയം മുമ്പ് മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഉപവാസം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തന്നെ സ്ഥലത്തെത്തി അദ്ദേഹത്തിന് ജ്യൂസ് നൽകി അത് കുടിച്ചുകൊണ്ടാണ് മറാഠ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. തങ്ങൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നു എന്ന് ജനങ്ങളെ, അതായത് സമരവുമായി എത്തിയ പ്രക്ഷോഭക്കാരെ അറിയിച്ച ശേഷമാണ് ഈ മനോജ് ജാരംഗെ പാട്ടീൽ ഈ ഉപവാസം അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് അറിയിപ്പ് ലഭിക്കുകയും തുടർന്ന് അത് പ്രക്ഷോഭക്കാർക്ക് മുന്നിൽ മനോജ് ജാരംഗെ പാട്ടീൽ അറിയിക്കുകയും ഉപവാസം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. തുടർന്ന് നവി മുംബൈയിൽ വലിയ ആഘോഷ പരിപാടികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. സംവരണ ഓർഡിനൻസിന്റെ കരട് മഹാരാഷ്ട്ര സർക്കാർ പുറത്തുവിട്ടതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഈ മഹാരാഷ്ട്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഈ സമരം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയും തുടർന്ന് ആഘോഷ പ്രകടനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നീണ്ട ഒരു പ്രക്ഷോഭം തന്നെയാണ് മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട നടന്നു വരുന്നത്. 10,000-കണക്കിന് ജനങ്ങളുടെ പിന്തുണയോടെയാണ് മനോജ് ജാരംഗെ പാട്ടീൽ മുംബൈയിലേക്ക് മാർച്ച് ചെയ്ത് നീങ്ങുകയും മറാഠ പ്രക്ഷോഭം പുതിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് ശരിയാണ് ബൽറാം. ഇപ്പോൾ ആ വേദിയിൽ ഏക്നാഥ് ഷിൻഡെ സംസാരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഉപവാസ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. സമരം നടന്ന വേദിയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ സംസാരിക്കുകയാണ്.